1980 ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കെയാണ് കർഷക തൊഴിലാളി പെൻഷൻ ആരംഭിച്ചത്. കർഷക തൊഴിലാളി പെൻഷനായി ആദ്യം നൽകിയത് 45 രൂപയാണ്. 2,94,000 പേർക്കാണ് 45 രൂപ പ്രതിമാസ പെൻഷനായി അങ്ങനെ നൽകിയത്. പെൻഷൻ നൽകുന്നതിനെതിരെ അന്നത്തെ പ്രതിപക്ഷം ശക്തമായി എതിർപ്പുമായി എത്തി. പെൻഷൻ ഉൽപാദനപരമല്ല, വികസന വിരുദ്ധമാണ് എന്നായിരുന്നു ആ ആരോപണം. സത്യത്തിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോഴും ലോകത്ത് നിലനിൽക്കുന്നത് തന്നെയാണ്. ഒരു റൈറ്റ് വിങ് ബോധ്യം എന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പെൻഷൻ കിട്ടിയാൽ തൊഴിലാളികൾ കള്ളു കുടിക്കുമെന്നും ആക്ഷേപം വന്ന് ഉയർന്നിരുന്നു. കുറേ കഷ്ടപ്പെട്ടവരല്ലേ, ഇനി ഓരോ ഗ്ലാസ് കള്ളു കുടിച്ചാലും കുഴപ്പമില്ല എന്നായിരുന്നു അന്ന് അതിന് നായനാർ പറഞ്ഞ മറുപടി. 1987 നായനാർ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ പെൻഷൻ തുക പരിഷ്കരിച്ചു. ക്ഷേമ പെൻഷന് വേണ്ടത് പക്ഷേ കോടികളാണ്. അത് കേരള സംസ്ഥാനത്തെ പോലൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യത തന്നെയാണ്. 9 വർഷത്തിനിടെ ക്ഷേമ പെൻഷന് വേണ്ടി സർക്കാർ മാറ്റിവെച്ചത് 70,000 കോടിയോളം രൂപയാണ്. കേരളത്തിൻ്റെ വിവിധ പദ്ധതികളിലായി പെൻഷൻ വാങ്ങുന്നത് 62 ലക്ഷത്തിലേറെ പേരുമാണ്. കേന്ദ്ര സഹായം ഇതിൽ എത്ര കിട്ടുന്നുണ്ട് എന്നതുകൂടി പല ആവർത്തി ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. നമുക്കൊരു പരിശോധിച്ച് പോകാം. കേന്ദ്ര സർക്കാരിൻ്റെ NSAP എന്ന പദ്ധതി പ്രകാരം സഹായം ലഭിക്കുന്നുണ്ട്. 16 ലക്ഷത്തോളം പേർക്ക് 300 മുതൽ 500 രൂപ വരെ പെൻഷനായി നൽകുന്നുണ്ട്. ബാക്കി തുക കേരള സർക്കാർ കൂട്ടിച്ചേർത്ത് 1,600 രൂപയാക്കിയാണ് ഇത് നൽകുന്നത്. 40 ലക്ഷത്തോളം പേർക്ക് പെൻഷൻ നൽകാൻ കേന്ദ്ര സഹായമില്ല എന്നതും നമ്മൾ പറഞ്ഞു പോകണമല്ലോ.